പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കമാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ അമൂല്യ നിധിശേഖരത്തിലേക്ക് വെളിച്ചം വീശിയത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം 1750-ൽ മാർത്താണ്ഡവർമ്മയാണ് പുതുക്കി പണിതത്. നൂറുകണക്കിന് സ്വർണ്ണക്കുടങ്ങളും സ്വർണം വെള്ളി ആഭരണങ്ങളും തിരുവാഭരണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കളുമാണ് നിലവറകളിൽ സൂക്ഷിച്ചിട്ടുള്ളത്. 6 രഹസ്യ അറകളിൽ 2 1875-ന് ശേഷം തുറന്നിട്ടില്ല. ക്ഷേത്രത്തിലെ അമൂല്യ സ്വത്തുക്കളുടെ പട്ടിക തയ്യാറാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സുപ്രീം കോടതി ശരിവെച്ചതോടെ വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിന് വിരാമമായി. നിലവറകൾ തുറന്ന് ആഭരണങ്ങൾ കണക്കെടുക്കാമെന്ന് ഉത്തരവിലൂടെ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇത് ഹൈക്കോടതി ജഡ്ജിമാരുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്നും നിഷ്കർഷിച്ചു. സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥനുൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ 2 പ്രതിനിധികളും രാജകുടുംബത്തിന്റെ പ്രതിനിധികളും ഹർജിക്കാരനും സമിതിയിൽ അംഗങ്ങളാവും. നിലവറ തുറന്ന് സ്വത്തുക്കളുടെ കണക്കെടുപ്പ് നടത്തുന്നത് വീഡിയോയിൽ പകർത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജഭരണം അവസാനിച്ച സാഹചര്യത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകൻ ടി.പി. സുന്ദരരാജനായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്.